നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മദ്യക്കച്ചവടത്തിലൂടെ പണമല്ലേ നമുക്ക് കിട്ടുന്നത്? പണമല്ലേ നമ്മുടെ ആവശ്യവും? ലാഭമല്ലേ നമുക്ക് വേണ്ടത്? ഈ ലാഭം എന്ന് പറഞ്ഞേ വിനയുടെ ചെവിയിൽ തലയണ മന്ത്രം ഓതി ഇവള് വിനയെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. പണം സമ്പാദിക്കണമെങ്കിലേ വേറെ എന്തെല്ലാം മാന്യമായ ബിസിനസ്സുകളുണ്ട്. മദ്യക്കച്ചവടം തന്നെ വേണമായിരുന്നോ? ഗാർഗി, ഞാൻ ഇത്തിരി തിരക്കില്ല. നല്ല ശ്രദ്ധ വേണ്ട ജോലിയാ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നെ. വെറുതെ എന്നെ ശല്യപ്പെടുത്താതെ നീ പോവാൻ നോക്ക്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ വിനയെ കുഴിയിൽ ചാടിക്കരുത്. മര്യാദയ്ക്ക് കഴിഞ്ഞിരുന്ന മനുഷ്യനെയാ നീ വശീകരിച്ചെടുത്തത്. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഇവിടെ ആരെയും വശീകരിച്ചെടുത്തിട്ടൊന്നുമില്ല. നിന്റെ കഴിവുകേടുകൊണ്ട് നിന്നെ തള്ളിക്കളഞ്ഞിട്ടാ വിന എന്റെ അടുത്ത് വന്നത്. അത്രേ ഉള്ളൂ. അതിന് നീ വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട. പെണ്ണുങ്ങളായാലേ ആണുങ്ങളുടെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. എന്താടി, നിനക്കെന്നെ തല്ലണോ? ദേ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ അടിച്ച് പല്ല് കൊഴിക്കും ഞാൻ. എന്നാ അതൊന്ന് കാണണല്ലോ. ഗാർഗി, നീ എന്തിനാ റിയയെ ചോദ്യം ചെയ്യുന്നത്? നീ റിയയെ ചോദ്യം ചെയ്യുകയോ അവഹേളിക്കുകയോ ഒന്നും വേണ്ട. ഇവളിപ്പോഴേ വിനയുടെ വെറും ഗേൾ ഫ്രണ്ട് മാത്രമല്ല, കമ്പനിയില് അവന്റെ സെക്രട്ടറിയാ, ബിസിനസ് ഉപദേഷ്ടാവാണ്. സത്യം പറയാലോ, ബിസിനസ്സിൽ ഇവൾക്കുള്ള അത്ര പ്രാഗൽഭ്യമൊന്നും എനിക്കോ വിനയ്ക്കോ പോലും ഇല്ല. അതുകൊണ്ട് കമ്പനി കാര്യങ്ങളില് റിയയുടെ വാക്കിന് തന്നെയായിരിക്കും മുൻതൂക്കം. ആരും അവളെ ചോദ്യം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്? നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ഈ വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ. അതും അനുഭവിച്ച് നീ ഇവിടെ കഴിഞ്ഞാ മതി. ദേ, മറ്റൊന്നിലും നിന്റെ ഒരു അഭിപ്രായമോ ചോദ്യമോ ഇവിടെ വേണ്ട. ആർക്കും അതിന്റെ ആവശ്യവുമില്ല. ഗാർഗി, നിൽക്കേണ്ടടുത്ത് നീ നിൽക്കണം. അതിരു വിട്ടാൽ അറിയാലോ എന്നെ. വെറുതെ എന്റെ കൈയുടെ ചൂടറിയാൻ നിൽക്കണ്ട. ചിലക്കാതെ പോവാൻ നോക്ക്. പൊടി. പ്രിയ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. നീ നിന്റെ ജോലി ചെയ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.